ഏ നമ്മുടെ സാറിനൊരു കമ്പനി ഉണ്ട്. അല്ല, ഫാർമർ ഫസ്റ്റ് ഗ്രീൻ സിഗ്നേച്ചർ ഓർഗാനിക്സ് എന്ന് പറയുന്നത് സാറിൻ്റെ സ്റ്റുഡൻസിൻ്റെ കമ്പനികളാണ്. നേച്ചർ സിഗ്നേച്ചർ ഫൗണ്ടേഷൻ. അതിൻ്റെ പഠന സെക്ഷൻ ഉണ്ട്. യെസ്, കൾച്ചർ ആൻഡ് ഇമാജിനേഷൻ അതിലാണ് വരുന്നത്. കാരണം ഇമാജിനേഷൻ ഒരുപാട് ഉപയോഗിക്കുന്ന സ്ഥലമാണ് കൃഷി. അതുകൊണ്ടൊന്ന് ഓർമ്മിപ്പിച്ചതാണ്. അപ്പം നമ്മുടെ സാറിൻ്റെ വീഡിയോസ് ലോകം മുഴുവൻ നന്നായിട്ട് പ്രചരിപ്പിക്കുന്നുണ്ട്. മലയാളികൾ ഒരുവിധം എല്ലാവരും, ലോകത്തുള്ള എല്ലാ മലയാളികളും കാണുന്നുണ്ട്. പുറമേന്ന് ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ഗൾഫ്, അമേരിക്ക എന്നൊക്കെ കോള് വരുന്നുണ്ട്. സാറ് ഓൺലൈനിൽ ഒരു 5 പേർക്ക് ആഴ്ചയിൽ ഒരിക്കൽ കൺസൾട്ടിങ് കൊടുക്കുമ്പോൾ പുറത്തുനിന്നൊക്കെ വിളിക്കുന്ന ആൾക്കാരെ കാണാം. UK നിന്നും കാനഡയിൽ നിന്നൊക്കെ വിളിക്കുന്നുണ്ട് ആൾക്കാർ. അത്രയധികം സ്പ്രെഡായിട്ടുണ്ടെന്ന് അർത്ഥം. അപ്പോൾ സാറ് പറയുന്നത് സാറിന് ഒറ്റയ്ക്ക് ഇത് കൊണ്ടു നടക്കാൻ പറ്റണില്ല. അപ്പോൾ കഴിയുന്നത്ര ആൾക്കാർ മാക്സിമം പഠിച്ചെടുക്കുക, എന്നിട്ട് സാറിനെ ഹെൽപ്പ് ചെയ്യുക. നമ്മളായിട്ട് സാറിനെ ഹെൽപ്പ് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ ജനങ്ങളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ചെയ്ത് തുടങ്ങിയാലാണ് നമുക്ക് കൂടുതൽ മനസ്സിലാവുള്ളൂ, പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇത്ര 6-7 ക്ലാസ് സാറിൻ്റെ കൂടെ ഇരുന്നിട്ട് വാനപ്രസ്ഥം കേട്ടിട്ടുള്ള ആളാണ്. പക്ഷേ ഇപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ വ്യത്യാസമുണ്ട്, ഒരുപാട് വ്യത്യാസമുണ്ട്. ആകാശവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. എനിക്ക് കൂടുതൽ തെളിഞ്ഞു വരുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് കുറേ ചോദ്യങ്ങളും കൂടി വന്നു കഴിഞ്ഞാൽ കൂടുതൽ പെർഫെക്ഷൻ കൂടും നമ്മുടെ. അപ്പോൾ അത് എല്ലാവരും ശ്രമിക്കുക. അങ്ങനെ നിർത്തി പോകരുത്. ഇവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്തു കുറച്ച് കിട്ടിയെന്ന് പറഞ്ഞിട്ട് നിർത്തി പോകരുത്. കാരണം ഇത് സാറ് പറയാറില്ലേ, ഞാനും വിഷ്ണു നിർത്തരുത്. ഞാനും വിഷ്ണു ചേട്ടനൊക്കെ പറയുന്ന ഒരു കംപ്ലൈൻറ്റ് പറയാറുണ്ട്. സാറ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല എന്ന് എല്ലാവരും പറയും. ഇപ്പോൾ ഈ ക്ലാസ് കഴിഞ്ഞ് അടുത്ത ക്ലാസ്സിലേക്കായി ഞങ്ങൾക്ക് പറഞ്ഞു തന്നില്ലല്ലോ. അത് പറഞ്ഞു തരാതെയല്ല, ഇതന്നെയാണ് എല്ലാ ക്ലാസ്സിലും പറയണത്. പക്ഷെ നമുക്ക് അപ്പോഴാണ് വ്യക്തമാവുക. ഈ ഒരു ബാച്ചിൽ ചിലപ്പോൾ കേട്ടത് തന്നെ ഉള്ളിൽ പോയിണ്ടാവില്ല. ശബ്ദം അന്നാണെന്ന് പറഞ്ഞല്ലോ, അപ്പം അത് ഉള്ളിൽ പോയിണ്ടാവില്ല. അപ്പം അടുത്ത ബാച്ചിൽ ഇരുന്ന് കേൾക്കുമ്പോൾ ഇങ്ങനെ സംഭവം ഉണ്ടോ, കൂടുതൽ വ്യക്തത വരും. കൂടുതൽ വ്യക്തത വരുന്നതിന് എന്താ പറയുക, അല്ല, ക്ലാരിറ്റി വരുന്നു. നമ്മളുടെ ക്ലാരിറ്റി വരുന്നതിനൊരു, എന്തുകൊണ്ടാണ് ക്ലാരിറ്റി വരുന്നതെന്നറിയോ? നമ്മുടെ 6ാം ഇന്ദ്രിയം പ്രവർത്തിക്കുന്നു എന്നർത്ഥം. 3ാം കണ്ണ്, തൃക്കണ്ണ് തുറക്കുകയാണ്. അപ്പോഴാണ് ക്ലാരിറ്റി വരിക. അതായത് മനസ്സിലേക്ക്, ബുദ്ധിയിൽ നിന്ന് മനസ്സിൻ്റെയും ബുദ്ധിയുടെയും കോമൺ സെൻസിനെ കുറിച്ച് പറഞ്ഞോ. കോമൺ സെൻസ് എന്താന്ന് പറഞ്ഞൊന്നുമില്ല. കോമൺ സെൻസ് എന്ന് പറഞ്ഞാൽ എന്താ? അല്ല, കോമൺ ആയിട്ടുള്ള സെൻസ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും കോമൺ ആയിട്ടുള്ള സെൻസ് അതല്ല. നമ്മളുടെ തന്നെ ഉള്ളിൽ ബുദ്ധിയുടെയും മനസ്സിനൊരു സെൻസ് ഉണ്ട്, ബുദ്ധിക്കൊരു സെൻസ് ഉണ്ട്. രണ്ടിൻ്റെയും സെൻസ് ഒരുമിച്ച് കൂടുമ്പോൾ, രണ്ടിൻ്റെയും കോമൺ ആയിട്ടുള്ള സെൻസ് എന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം പഠിച്ചു, അത് ബുദ്ധിക്ക് നിരക്കാത്തതാണെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല. ഇപ്പോൾ സാറ് പറഞ്ഞില്ലേ, നമ്മുടെ ഉള്ളിലുള്ള അറിവിനെ തന്നെ ഉണർത്തുക എന്ന് പറഞ്ഞില്ലേ. അങ്ങനെ വരുമ്പോൾ ബുദ്ധിയും മനസ്സും കൂടിയിട്ട് ലയിച്ച ഒരാളുടെ ഉള്ളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് കോമൺ സെൻസ്, അതൊക്കെ സെൻസ് ചെയ്തു, മനസ്സിലാക്കിയെടുത്തു. അല്ലാത്തതിന് എന്താ പറയുക, നോൺ കഴിച്ചിട്ടുള്ള ആൾക്കാരുടെ സെൻസ് നോൺ സെൻസ്. ശരിയാ, അതാണ് കോമൺ സെൻസ്. മനസ്സിന്റെ സെൻസും ബുദ്ധിയുടെ സെൻസിനും നിരക്കുന്ന കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ വേഗം മനസ്സിലാവും. അപ്പൊ അതാണ് കോമൺ സെൻസ്. അല്ല, അത് ക്ലാരിറ്റി വരിക എന്ന് പറയുന്നത് നമ്മുടെ 6ാം ഇന്ദ്രിയം പ്രവർത്തിക്കണമെന്ന് അർത്ഥം. നമ്മളത് ഗ്രാസ്പ് ചെയ്യണമെന്ന് അർത്ഥം. ബുദ്ധിയുടെ സെൻസും കൂടി ചേർന്നാൽ കോമൺ സെൻസായി. ഇപ്പം എൻ്റെ വൈഫ് ഹൗസിലൂടെ കിഴക്കമ്പാട്ടുകര ആളുടെ ഒരു കസിൻ സിസ്റ്ററിൻ്റെ അനിയത്തിയുണ്ട്. അനിയത്തിയുടെ മകൻ കിടപ്പായി, 28 വയസ്സായിട്ടുള്ളൂ. ആദ്യം യൂറിക് ആസിഡ്, അതായത് ജോയിൻറ്റ് പെയിൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു കുക്കുംബർ ജ്യൂസ് കഴിക്കുക. അപ്പോൾ ആള് പറഞ്ഞു ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ജ്യൂസ് ഒന്നും തുടരുതെന്ന് പറഞ്ഞു. എന്താ പറയുക, പിന്നെ കിടപ്പായി, ജോലി ചെയ്യാൻ പറ്റണ്ടേ.
ഇപ്പൊ എവിടെയോ പാലക്കാട് കോയമ്പത്തൂർ എവിടെയോ പോയിട്ട് എന്തോ ഒരു ചികിത്സ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അല്ല, ആ കുട്ടി ചെറുപ്പം കുട്ടിയാ. ചികിത്സിച്ചിട്ട് തീരെ കിടപ്പായി. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ എന്താ വിളിക്കാന്നറിയോ? ബലിയാണ് അവര്. അവരെ നമ്മൾ സ്നേഹത്തോടും കരുണയോടും കൂടി കാണുക. കാരണം നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പ്രകൃതി സൃഷ്ടിച്ചിട്ടുള്ളത് അവര്. അങ്ങനെ ഇരുന്നാൽ അവർക്ക് എന്ത് സംഭവിക്കും എന്നുള്ളത് നമ്മൾ കാണുക. ചിലപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവും, വിഷമിച്ചിട്ട് കാര്യമില്ല, നിവൃത്തിയില്ല. അതെ, കഫം വർദ്ധിക്കുക എങ്ങനെയാണെന്നറിയോ? ഇളകും നമ്മുടെ മാലിന്യം. അല്ല, അങ്ങനെ ഉണ്ട്. ചിലരോട് പറയും അപ്പോൾ കഴിക്കുന്ന അളവ് കുറയ്ക്കാൻ പറയും. കുക്കുംബർ ജ്യൂസ് പകുതിയാക്കി കഴിക്കാൻ പറയും കുറച്ച് ദിവസം. പിന്നെ ആ കഫത്തിന്റെ അത് പുറത്തേക്ക് വന്ന് ശമിച്ചതിന് ശേഷം അളവ് കൂട്ടിക്കൊള്ളാൻ പറയും. ചിലർക്ക് കഫം വരും. എനിക്കും ഉണ്ടായിട്ടില്ല, പക്ഷെ ചിലർക്ക് കൂടുന്നുണ്ട്. അവക്കാടോ കൊഴുത്ത് വെക്കുക. പിന്നെ അതിൽ വേണ്ടത് ഇതാണ്, നമുക്ക് വേണ്ട സോഡിയം കറക്റ്റ് സോഡിയം കിട്ടണം. നമുക്ക് വിധിച്ച സോഡിയം കിട്ടണം. അതിനാണ് കടൽ വെള്ളം ഉപയോഗിച്ചിട്ടുള്ള കൃഷി. ഉപ്പല്ല, കല്ലുപ്പിന്റെ അല്ല, കടൽ വെള്ളം ഉപയോഗിച്ച് കൃഷി ചെയ്ത് നമുക്ക് തലം ഉയർത്തപ്പെട്ട സോഡിയം കിട്ടണം. സസ്യങ്ങൾ സ്വീകരിച്ചിട്ടുള്ള സോഡിയം നമ്മൾ കൺസ്യൂം ചെയ്യണം. കല്ലുപ്പും ശരിക്കും നമ്മളുടെ അല്ല, നമ്മളുടെ തലം താഴ്ന്ന, അത് വെള്ളത്തിലുള്ളതല്ലേ, തലം താഴ്ന്നതാണ്. ഉയർന്ന തലത്തിലേക്ക് എത്തിയ സോഡിയം നമുക്ക് കിട്ടണം. അപ്പോൾ കടൽ വെള്ളം കൊടുത്ത് കിട്ടുന്ന സസ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന പ്രൊഡക്ട്സ് ഉപയോഗിച്ചിട്ട് സോഡിയം കൂട്ടണം. അപ്പോൾ മാക്സിമം എല്ലാവരെയും സഹായിക്കാനായിട്ട് നമ്മൾ മുൻകൈ എടുക്കുക. നമുക്കേ പറ്റുള്ളൂ, നമുക്കേ അറിവുള്ളൂ, ജനങ്ങൾക്ക് അറിവില്ല. പിന്നെ സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ പഠിച്ച ശാസ്ത്രമല്ലേ അവർക്ക് അറിയുള്ളൂ. അവരിത് പഠിച്ചിട്ടില്ല. അവർ പഠിക്കുന്നത് ജീവനില്ലാത്ത ശരീരത്തിനെ പഠിക്കുന്നത്. ജീവനെക്കുറിച്ചൊരു ചുക്കും അറിയില്ല അവർക്ക്. ജീവനെക്കുറിച്ച് ആർക്കും ഒരു ചുക്കും അറിയില്ല. ഈ ജീവനില്ലാത്ത ശരീരത്തിനെ കുറിച്ച് പഠിച്ചിട്ടുള്ള അറിവേ ഉള്ളൂ അവർക്ക്. അപ്പോൾ അവരെന്തൊക്കെ സാധനങ്ങളുണ്ട് അതിൽ കണ്ടന്റ്, പാലിൽ കാൽസ്യം ഉണ്ട്, മുട്ടയിലുണ്ട്, അത് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ശരീരം സ്വീകരിക്കില്ല. ഇപ്പം ഇത്രയും വർഷമായിട്ട് നമ്മൾ അയോഡൈസ്ഡ് സോൾട്ട് ഉപയോഗിക്കുന്നുണ്ട്. സോൾട്ടിൻ്റെ ആ അയോഡിൻ നമ്മൾ സ്വീകരിക്കണില്ല, ശരീരം സ്വീകരിക്കണില്ല. അപ്പോൾ അത് മാക്സിമം നമ്മൾ ക്ലാസ്സുകളിലൂടെ കിട്ടുന്നപ്പോൾ എന്നാൾ ടീച്ചർ പറഞ്ഞിരുന്നു, എവിടെയോ സ്കൂളിൽ പോയിട്ട് അല്ലേ, സ്കൂളിൽ പോയി കുട്ടികളോടോ ടീച്ചേഴ്സിനോടോ അത് ചെയ്തുവോ? ആ, ധന്യ ടീച്ചറുടെ അല്ലേ? ഓക്കെ. ആ, അപ്പം നമുക്കിനി കൃഷി തുടങ്ങാം. കൃഷി എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങൾ 5 കറക്റ്റ് ചെയ്യുന്ന കൃഷിയായിരിക്കണം നമ്മുടെ കൃഷി. സാധാരണ വിഷമില്ലാത്ത പച്ചക്കറി ഉണ്ടാക്കുന്ന കൃഷിയല്ല നമ്മുടെ കൃഷി എന്ന് പറഞ്ഞാൽ. സാറ് ഡിസൈൻ ചെയ്തിട്ടുള്ള ജൈവ കൃഷി എന്ന് പറഞ്ഞാൽ ജീവനെ ആധാരമാക്കിയിട്ടുള്ള കൃഷിയാണ് ജൈവ കൃഷി. ജീവനെ ആധാരമാക്കിയിട്ടുള്ള കൃഷിയാണ് ജൈവ കൃഷി.
നമുക്ക് വേണ്ടത് നമ്മുടെ ജീവൻ നിലനിർത്താൻ വേണ്ടത് ജീവനുള്ള വസ്തുക്കൾ കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനെ നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വസ്തുവിലത്തെ ജീവൻ നഷ്ടപ്പെട്ടു, അത് ചത്തു, പിന്നെ അതിൽ ജീവൻ ഉണ്ടാവില്ല. നമുക്ക് വേണ്ടത് ജീവനാണ്. പഞ്ചഭൂതങ്ങൾ 5 ഉപയോഗിച്ചിട്ടുള്ള കൃഷിയാണ്, 5 കറക്റ്റ് ചെയ്യുന്ന കൃഷിയാണ്. പഞ്ചഭൂതങ്ങൾ 5 കറക്റ്റ് ചെയ്യുന്ന കൃഷി വേണം. ഇനി ചെയ്യാൻ പോകുന്ന കൃഷി അങ്ങനെയായിരിക്കണം. കാരണം നമ്മുടെ അന്നാണ്, പഞ്ചഭൂതങ്ങൾ 5 നമ്മളുടെ അന്നാണ്. അപ്പോൾ അത് കറക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള കൃഷി ഇനി വരണം. ഇതുവരെ ചെയ്തിരുന്ന തെറ്റ് ഇനി ആവർത്തിക്കാൻ പാടില്ല. ഇപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു തുടങ്ങി അരി കഴിക്കരുത്, ഗോതമ്പ് കഴിക്കരുത്, ഗോതമ്പിൽ ഗ്ലൂട്ടുണ്ട്, അരി കഴിച്ച ഷുഗർ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഒഴിവാക്കാൻ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇത് കുറച്ചുകൂടി കഴിഞ്ഞാൽ ഇനി നെല്ലും ഗോതമ്പും ഉപയോഗിക്കാൻ പറ്റാതെയാവും. ചിലപ്പോൾ ഒരു 100-500 വർഷം കൂടി കഴിയുമ്പോൾ മില്ലറ്റും പറ്റാതെയാവും. അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കൃഷിയിലൂടെ പഞ്ചഭൂതങ്ങൾ 5 കറക്റ്റ് ചെയ്യുക. പഞ്ചഭൂതങ്ങൾ 5 എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിലെ ഓക്സിജൻ കണ്ടന്റ്, സസ്യങ്ങളുടെ ഡൈവേഴ്സിറ്റി കൂട്ടണം. ഏകവിള കൃഷി ശാസ്ത്രീയമല്ല, അത് പ്രകൃതി വിരുദ്ധമാണ്. പ്രകൃതിക്ക് എപ്പോഴും വേണ്ടത് ഡൈവേഴ്സിറ്റി കൂട്ടുക, ഡൈവേഴ്സിറ്റി കൂട്ടി കൊണ്ടുവരിക എന്നുള്ളതാണ്. വിവിധ ഇനം വിളകൾ ഒരുമിച്ച് കൃഷി ചെയ്യുക. അതായത് നമുക്ക് കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ കിട്ടുന്ന ഫ്രൂട്ട്സ്, ചെടികൾ, മരങ്ങൾ അത് ഒരുമിച്ച് പല സ്ഥലങ്ങളിലായിട്ട് വെച്ച് പിടിപ്പിച്ച് നമ്മുടെ വീടിന് ചുറ്റും അങ്ങനെ ഒരു കൃഷി. അതായത് സാറ് പറയാ കൃഷിയില്ല കൃഷിയാണ്, കൃഷി ഇല്ല കൃഷി. ഇത് നമ്മളിപ്പോൾ ഒരു ചെടി നട്ടു, അതിൻ്റെ കടക്കിലിരുന്ന് അതിന് വളം കൊടുത്ത് നനച്ച് ജീവിതകാലം മുഴുവൻ അതിൻ്റെ ചോട്ടിൽ കഴിച്ച് എല്ലാ കൊല്ലവും തന്നെ റിപ്പീറ്റ് ചെയ്ത് ജീവിതം കളയാണ്. ജീവിതം ആസ്വദിക്കാൻ സമയമില്ല. ഇപ്പം നമ്മളൊരു അവക്കാഡോ നട്ടു, ഒരു മാവും പ്ലാവോ പേര നട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പണി കഴിഞ്ഞു. നമുക്ക് പിന്നെ അതിൽ വേറെ പണിയില്ല, പിന്നെ കൃഷിയില്ല, പിന്നെ അതിൽ നിന്ന് വന്നുകൊണ്ടിരിക്കും. അപ്പം നമുക്ക് അന്തരീക്ഷത്തിലെ ടെമ്പറേച്ചർ നമ്മുടെ അന്നാണ്. അഗ്നി കറക്റ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ കാട്ടിൽ പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സുഖമാണ്. എ സിയിൽ ഇരിക്കുന്നതിനേക്കാൾ നാച്ചുറൽ ആയിട്ടുള്ള ടെമ്പറേച്ചറാണ് നമുക്ക് കിട്ടുക. എ സിയിൽ ഇരിക്കുമ്പോൾ ഒരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, വേർക്കണില്ല, ഒരു സമാധാനമൊക്കെ ഉണ്ട്. പക്ഷെ ഇതിനൊരു പ്രത്യേക അനുഭൂതിയാണ്. ഒരു മരത്തിൻ്റെ ചോട്ടിൽ നിൽക്കുമ്പോൾ, നല്ല വെയിലത്ത് നിന്ന് മരത്തിൻ്റെ ചോട്ടിലേക്ക് മാറുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, അത് നമുക്ക് മനസ്സിനും കിട്ടുന്ന ഒരു സുഖമാണ്, ശരീരത്തിന് മാത്രമല്ല. അഗ്നി കറക്റ്റ് ചെയ്യണം. വായു, ധാരാളം ഓക്സിജൻ കണ്ടന്റ് ഉള്ള വായു. ഇപ്പോൾ എറണാകുളത്ത് എൻ്റെ ചേച്ചിയുടെ മകൻ താമസിക്കുന്നുണ്ട്, അവൻ 2 ദിവസം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറയാം, എറണാകുളത്ത് സഞ്ചരിക്കുമ്പോൾ നമ്മുടെ കഴുത്തിന് പിടിച്ച പോലെ കഴുത്തിന് പിടിച്ച പോലത്തെ ഒരു ഫീലിംഗ് ആണ്. വണ്ടി ഓടിച്ച് ട്രക്ക്, ഓട്ടോറിക്ഷ ഓടിക്കുന്നവർ പറയുന്നത് അവർക്ക് കഴുത്തിന് പിടിച്ച പോലത്തെ ഒരു ഫീലിംഗ്. എറണാകുളം ടൗണിൽ നിന്ന് പുറത്തേക്ക് കിടന്ന് ആരോ പിടിവിട്ട പോലെ. ആ ശരീരം തന്നെ ബ്ലോക്ക് ചെയ്യുക, അത് വിശ്വസിക്കല്ലേ എന്ന് പറയാണ്, ശരീരം തന്നെ പറയാം. അവിടെ ഒരു നമുക്ക് 10-18%, 17% താഴെ വന്നു കഴിഞ്ഞാൽ, ഓക്സിജൻ കണ്ടന്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ശ്വാസകോശ രോഗങ്ങളായിരിക്കും. ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് തൊട്ട് അതുപോലെ ആയിരിക്കും അവിടെ. അത്രയും ഓക്സിജൻ കണ്ടന്റ് ലെവൽ കുറഞ്ഞു. അപ്പോൾ വായു, അന്നമാണ്, കറക്റ്റ് ചെയ്യണം. പിന്നെ അഗ്നി എന്ന് പറഞ്ഞു, ടെമ്പറേച്ചർ മാത്രമല്ല, കാഴ്ച ഒരു അന്നാണ് നമ്മളുടെ. കാഴ്ച അല്ലേ, കാണുക എന്ന് പറഞ്ഞാൽ നല്ല സീനറി, നമുക്ക് കാഴ്ച തന്നെ ഒരു അന്നാണ്. അപ്പം നല്ല കാഴ്ച ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ കൃഷിയിലൂടെ. അന്നം കറക്റ്റ് ചെയ്യുക. പിന്നെ കിട്ടുന്നതാണ് ശബ്ദം. നമ്മുടെ കൃഷി സ്ഥലത്ത് കിട്ടുന്ന ശബ്ദം ഉണ്ടാക്കണം. അതായത് കിളികളുടെ ശബ്ദം, പലതരം കിളികൾ, പക്ഷികളുടെ ശബ്ദം, ജീവജാലങ്ങളുടെ ശബ്ദം, കാറ്റ് മരത്തിൽ വന്ന് ഇലയിൽ തട്ടുമ്പോഴുള്ള ശബ്ദം, ജലത്തിൻ്റെ ശബ്ദം, ഇതൊക്കെ നമുക്ക് നമ്മുടെ കൃഷിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നാച്ചുറൽ സൗണ്ട്സ്, അത് അന്നാണ്, നമ്മുടെ ഭക്ഷണമാണ്. അപ്പോൾ 3 അന്നം ഫ്രീ ആയിട്ട് കിട്ടുന്ന സ്ഥലമാണ് കാട് എന്ന് പറഞ്ഞത്. കാട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയി കിട്ടുന്നതാണ് 3 അന്നങ്ങൾ. അതിനാണ് ഞങ്ങൾ തേക്കടിയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഓടുന്നത്. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊതിപ്പിക്കും നിങ്ങളെ, കാട് എന്ന് പറഞ്ഞിട്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പഞ്ചഭൂതങ്ങളിലെ 2 കൂടിയേ ഉള്ളൂ, കുടിക്കുന്ന വെള്ളവും കഴിക്കുന്ന ഭക്ഷണവും. അത് ജീവന്റെ തലം ഉയർത്തപ്പെട്ട ജലമാണ് നമ്മളുടെ കുടിവെള്ളം. മണ്ണിലുള്ള ജലം ചെടികൾക്കുള്ളതാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ മനുഷ്യരെന്ന് പറഞ്ഞാൽ
ഏത് തലത്തിൽ ജീവിക്കുന്ന ജീവിയാന്നറിയാം. നമ്മളൊന്നും ഇങ്ങനെ നരകിച്ച് ജീവിക്കേണ്ട ആൾക്കാരല്ല. ഭയങ്കര പൊട്ടന്മാരാ നമ്മള്. സുഖിച്ച് ആർഭാടമായിട്ട് ജീവിക്കേണ്ട ജീവിയാണ്. ഏതെങ്കിലും ജീവി ഇങ്ങനെ കഷ്ടപ്പെട്ട് വിത്ത് എടുത്ത് വെച്ച് അത് വെതറി മണ്ണ് ശരിയാക്കി കൊയ്ത് അതിന്റെ പിന്നാലെ ചോട്ടിൽ കടന്ന് വെള്ളവും കൊടുത്ത് കഷ്ടപ്പെട്ട് തീറ്റ ഉണ്ടാക്കുന്നുണ്ടോ? നമുക്കതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. നമ്മളൊക്കെ വെട്ടി വെടുപ്പാക്കി വൃത്തിയാക്കി ആരെങ്കിലും വന്ന് കണ്ടു കഴിഞ്ഞാൽ സൂപ്പർ എന്ന് പറയുന്ന രീതിയിലാക്കി വെച്ചപ്പോൾ നമ്മുടെ അന്നം തന്നെയാണ് നമ്മൾ നശിപ്പിച്ചത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അന്നം എന്ന് പറഞ്ഞാല് പഞ്ചഭൂതങ്ങൾ 5 നശിപ്പിച്ചു. അപ്പോൾ സസ്യങ്ങളിലേക്ക് ഉയർത്തപ്പെട്ട ജലം കരിമ്പിൻ ജ്യൂസ് ആവാം, ഫ്രൂട്ട് ജ്യൂസ് ആവാം, അതാണ് നമ്മുടെ കുടിവെള്ളം. പിന്നെ സസ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന ഫ്രൂട്ട്സ് ആയിട്ട് തന്നെ കിട്ടുന്ന ഭക്ഷണമാണെങ്കിൽ കൂടുതൽ നല്ലത്. അതിൽ എപ്പോഴും പറയാറുള്ളതാണ് കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ ഉണ്ടായിരിക്കണം എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇപ്പം 5 അന്നങ്ങളും കറക്റ്റ് ചെയ്യുന്ന കൃഷി രീതി ആവണം. ഭക്ഷണം മാത്രം പോരാ, ഭക്ഷണത്തിൽ മാത്രം വിഷമില്ലാത്തത് കഴിച്ചാൽ മാത്രം പോരാ. തിളപ്പിച്ചാൽ പക്ഷെ തിളപ്പിക്കാണ്ട് ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. ഫിൽറ്റർ ചെയ്താലും അതിൽ ബാക്ടീരിയ കണ്ടന്റ് ഉണ്ട്. പക്ഷെ നമുക്ക് അതിന്റെ pH കറക്റ്റ് ചെയ്തിട്ട് ഉപയോഗിക്കാം. ആ pH വ്യത്യാസം വരുമ്പോൾ അതിലുണ്ടാകുന്ന സൂക്ഷ്മജീവികളിൽ വ്യത്യാസം വരും. പിന്നെ അതിന്റെ സ്മെല്ല് മാറ്റാനായിട്ട് കരി ഉപയോഗിക്കാം. ഇപ്പൊ സാറിന്റെ വീട്ടിൽ സാറ് ഫ്രണ്ടിൽ തന്നെ ഒരു ഫിൽറ്റർ വെച്ചിട്ടുണ്ട്. അതിലത്തെ വെള്ളം സാറ് കുടിക്കുക. ഈ ജാപ്പനീസ് ടെക്നോളജി വന്നിട്ടുണ്ടായിരുന്നില്ലേ, pH കറക്റ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു നമ്മൾ പറയുന്ന pH വെള്ളം നമുക്ക് കിട്ടും ആ മെഷീൻ വെച്ച് കഴിഞ്ഞാൽ. ലക്ഷക്കണക്കിന് രൂപ വിലയുണ്ട്. അപ്പോൾ അവർ സാറിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു സാറിനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി, അത് പ്രൊമോട്ട് ചെയ്യാൻ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ സാറിൻ്റെ വീട്ടിലെ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞവർ എല്ലാ വീട്ടിലും വന്ന് വെള്ളം കൊണ്ടുവരുമെന്ന് പറയും. എന്നിട്ട് ഈ pH കൂടുതലാണ്, നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് പേടിപ്പിക്കും. സാറിൻ്റെ വീട്ടിലെ വെള്ളം ടെസ്റ്റ് ചെയ്തപ്പോൾ കറക്റ്റ് pH, ഇവരുടെ അതേ സെയിം pH കറക്റ്റാണ്. ഇത് ശരിയല്ല, വേറെ വെള്ളം കൊണ്ടുവരുമെന്ന് പറഞ്ഞപ്പോൾ രണ്ടാമതും കൊണ്ടു കൊടുത്തു. അപ്പോൾ അതും സെയിം. അപ്പോൾ ഇതെന്താ ഇങ്ങനെയെന്ന് ചോദിച്ചു. അപ്പോൾ സാറ് ഫ്രണ്ടിലിരിക്കുന്ന ഫിൽറ്റർ കാണിച്ചു, ഞാൻ ഇങ്ങനത്തെ ഇതിലത്തെ വെള്ളമാണ് വർഷങ്ങളായിട്ട് കുടിക്കുന്നത്, എനിക്ക് വേറെ മെഷീൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. പിന്നെ ഒരു കുക്കുംബർ ചെടി ചെയ്യുന്ന ഒരു ടെക്നോളജി ഉണ്ടല്ലോ, അത് ആ മെഷീന് ചെയ്യാൻ പറ്റുമോ? ഒരു കുക്കുംബർ എന്ന് പറഞ്ഞ സസ്യത്തിന്റെ ടെക്നോളജി, ഒരു ചെടിയുടെ ടെക്നോളജി നമുക്ക് അനുകരിക്കാൻ പറ്റില്ലല്ലോ. ഫിൽറ്റർ ഉപയോഗിക്കുന്ന അതിലത്തെ കരടുകൾ മാറ്റാം, സ്മെല്ല് മാറ്റാം, വൃത്തിയാക്കി എടുക്കാൻ വെള്ളം. കാൽസ്യം മറ്റേ pH ന്യൂട്രലാക്കിയിട്ട് എടുക്കാം. അത് ഞാൻ ആ ഫോട്ടോ ഞാൻ ഇട്ട് തരാം, ഗ്രൂപ്പിൽ ഇട്ട് തരാം. ലെയർ ഒരു ഗ്ലാസിന്റെ ഒരു ടാങ്ക് പോലെ ഉണ്ടാക്കിയിട്ട് അടിയിലൊരു വാൾവ് വെച്ചിട്ടുണ്ട്. അതിൽ ഓരോ ലെയറായിട്ട് മണല്, കക്ക, അങ്ങനെ ഓരോന്ന്, കാർബൺ, കരി, ഇങ്ങനെ ഓരോ ലെയറുകൾ ഇട്ടിട്ട് അതെ. അതില് അല്ല, ഇത് ഒരൊറ്റ പാത്രം, ഇത് ഒരൊറ്റ പാത്രത്തിലെ വെച്ച് ഞാൻ ഫോട്ടോ ഇട്ട് തരാം. മൺപോട്ടാണെങ്കിൽ നല്ല തണുത്ത വെള്ളം കിട്ടും. പൂജയൊക്കെ ഉപയോഗിക്കണതല്ലേ. അല്ല, നമ്മൾ കുടിവെള്ളം ക്ലീൻ ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞതാണ്. നമുക്ക് വേണ്ടത് നമ്മളുടെ വിധിച്ച ജലം സസ്യങ്ങളിലൂടെ ഉയർത്തപ്പെട്ട ജലമാണ് നമ്മളുടെ ജലം, യഥാർത്ഥത്തിൽ നമ്മുടെ കുടിവെള്ളം. പക്ഷെ നമുക്കത് എല്ലാവർക്കും എല്ലാ ദിവസവും അത് മാത്രമായിട്ട് ഉപയോഗിച്ച് ജീവിക്കാൻ പറ്റില്ല. അത്രമാത്രം സാമ്പത്തികമായിട്ടൊന്നും ഉയർന്നിട്ടില്ല നമ്മൾ. അപ്പോൾ ഈ പച്ചവെള്ളം ഉപയോഗിക്കേണ്ട നിവൃത്തിയില്ല. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഫിൽറ്ററിങ് ഉണ്ട്. നമ്മളെ ഇത് പഠിപ്പിച്ചു തരുമ്പോൾ ഞങ്ങൾ ആദ്യം ചോദിച്ചു സാറിനോട്, അപ്പോൾ സാർ അതാണോ കുടിക്കണമെന്ന് ചോദിച്ചു. ജീവന്റെ തലം ഉപയോഗിക്കുന്ന കിണർ ഉപയോഗിക്കുന്നവരായിട്ട് 5 അടി അകലത്തിൽ ഒരു ആര്യവെപ്പിന്റെ നെല്ലിയുടെ മരം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നതിൽ നല്ല തണുപ്പും ബാക്ടീരിയ ഫ്രീ ആയിട്ട് കിട്ടും. എനിക്ക് അനുഭവമാണ് അങ്ങനെ. കാരണം ഇത് കുടിക്കാൻ വരുന്ന ആൾക്കാർക്ക് ഒരാൾക്ക് ഫ്രിഡ്ജിലത്തെ വെള്ളം കൊടുത്ത് നമ്മളെ ഭാര്യ, അപ്പോൾ അത് കുടിച്ചിട്ട് പിന്നെ 4 ഗ്ലാസ് പിന്നെയും കുടിച്ചു. അത് കഴിഞ്ഞ് രണ്ടാമത് ഞാൻ കിണർ തന്നെ ഉപയോഗിക്കാറ്. കാരണം ഈ വെള്ളം തന്നെ ക്ലിയർ ആണ്. ഇത് കൊടുത്തപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തപ്പോൾ അവർ പറയാം
പിറ്റേ ദിവസം വന്നപ്പോ നിറ തന്ന വെള്ളം തരാം. അത് കുടിച്ച ദാഹം മാറും, അല്ല ഇത് മാറും, ആവശ്യം മാറും, പക്ഷെ ദാഹം മാറും. ഇത് കുടിച്ചോണ്ടേയിരിക്കും ഫ്രിഡ്ജിലത്തെ വെള്ളം. കാരണം പറയണത് ഞാൻ വെള്ളം ചെക്ക് ചെയ്തു. പറയണ നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ ഈ 2 മരങ്ങളുള്ളതിന് ബാക്ടീരിയയും ഇതിനെ ശുദ്ധീകരിച്ച് ഏതാണ്ട് പറഞ്ഞിട്ട് പ്രകൃതിയുടെ തല ഉയർത്തി വെള്ളം, ജീവന്റെ തല ഉയർത്തി വെള്ളം. അത് മുരിഞ്ഞയിലും കുഴപ്പമില്ല, മുരിഞ്ഞ വെക്കാം, ജലം, നെല്ലി നെല്ലി ഇതൊരു ക്ലാസ്സിൽ എടുത്ത് നിങ്ങൾ ലബോറട്ടറിയിൽ പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പ്യൂരിറ്റി ഞാൻ ചെക്ക് ചെയ്തു. എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് കിട്ടും. പക്ഷെ നമ്മൾ ചെന്നപ്പോൾ ആവശ്യത്തിന് ദാഹം മാറും, പക്ഷെ മറ്റൊരു വയറു പേർക്കും ദാഹം മാറില്ല. ഇതാണ് രണ്ടിലുള്ള വ്യത്യാസം. കിണറുള്ളവർക്ക് നല്ലതാണ്. അടുത്തൊരു 5 അടി സ്ഥലത്തിനുള്ളത് 2-3 മരം വെച്ചാൽ മതി. പിന്നെ അതിന്റെ ഇല വീഴ്ച കഴിഞ്ഞാലും കുഴപ്പമില്ല. അപ്പോൾ സസ്യങ്ങളിൽ എത്തിച്ചേർന്ന് തലം ഉയർത്തിയ ജലം നമ്മുടെ കുടിവെള്ളമാണ്. ഫ്രൂട്ട്സ് ആണ് നമ്മുടെ സസ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന ഫ്രൂട്ട്സ്. അപ്പോൾ അതായത് നമ്മളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് പ്രകൃതി നമുക്ക് വേണ്ട ഏതൊരു ജീവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും അതിന് വേണ്ട ഭക്ഷണങ്ങൾ, അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള മറ്റു ജീവികളെ കൂടെ സൃഷ്ടിച്ചിട്ടാണ് പ്രകൃതി അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുള്ളൂ. നമ്മൾ മനുഷ്യൻ എന്ന് പറഞ്ഞ ഏറ്റവും അവസാനം വന്ന ജീവിയാണെന്ന് പറയാം. അപ്പോൾ ഓരോ ജീവികൾക്കും വേണ്ട അന്നവും റെഡിയാക്കി വെച്ചിട്ടുണ്ട് പ്രകൃതിയിൽ. ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ തേനീച്ചകൾ, ചെറിയ തേനീച്ചയുണ്ട്, അതിന് പറ്റുന്ന പൂവിലത്തെ തേൻ അല്ലെങ്കിൽ നെക്ടർ അത് വലിയ തേനീച്ചയ്ക്ക് എടുക്കാൻ പറ്റില്ല. ചെറിയ തുളസി, മുക്കുറ്റി അതുപോലെയുള്ള സസ്യങ്ങളിൽ നിന്ന് എടുക്കുന്ന ചെറിയ പ്രാണികളുണ്ട്. അതുപോലെ പൂമ്പാറ്റയ്ക്ക് തെച്ചിപ്പൂവിൻ്റെ ആ കുഴലിൻ്റെ ഉൾപ്പെടെ തുമ്പിക്കൈയിട്ടിട്ട് തേനെടുക്കാൻ പറ്റും. അതതിന് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിന് പറ്റിയ പൂവും വേറെ ജീവികൾക്ക് എടുത്തു കൊണ്ടുപോകാനും പറ്റില്ല. അത് പിന്നെ നമ്മൾ പൊട്ടിച്ചിട്ട് വലിക്കണം. അപ്പോൾ അങ്ങനെ ഓരോ ജീവിക്കും വേണ്ട അന്നം കറക്റ്റ് ചെയ്ത്, അതുപോലെ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും ഇതൊക്കെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടാണ് പ്രകൃതി നമ്മളെ സൃഷ്ടിച്ചത്. നമ്മൾ വന്നിട്ടൊക്കെ വൃത്തിയാക്കിയെന്ന് മാത്രം. അപ്പം ഞാൻ പറഞ്ഞു, ആരോഗ്യ മേഖല ശരിയാക്കണമെങ്കിലും നമ്മളുടെ കൃഷി രീതി ഈ തരത്തിൽ വരണം. 5 അന്നങ്ങളും കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആരോഗ്യം ശരിയായി. അപ്പോൾ അത് കറക്റ്റ് ചെയ്യുന്ന തരത്തിലായിരിക്കണം കൃഷി. അത് സുലഭമായിട്ട് കിട്ടുന്ന രീതിയിലും വേണം, എല്ലാവർക്കും കിട്ടുന്ന രീതിയിൽ. നമ്മളുണ്ടാക്കുന്ന കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീനിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമ്മൾ ചെയ്യുന്ന കൃഷി. ഫ്രൂട്ട്സ് ആണ് ഉണ്ടാക്കുന്നതെന്നെങ്കിലും മാക്സിമം ആൾക്കാർക്ക് കിട്ടുന്ന രീതിയിലായിരിക്കണം കൃഷി ചെയ്യേണ്ടത്. അത് നമുക്ക് വേണ്ടി മാത്രം 1-2 ചെടികൾ വെച്ചാൽ പോരാ. ഇനി നമ്മളിത് പഠിച്ചു കഴിഞ്ഞാൽ ഈ കൃഷി കൊണ്ട് എല്ലാവരും തീറ്റി പോറ്റാൻ പറ്റുമോ? അത് പറ്റാത്തത് കൊണ്ടല്ലേ നമ്മൾ ആധുനിക കൃഷി രീതിയിലേക്ക് പോകുന്നത്. ഹൈബ്രിഡ് വിത്തനങ്ങൾ കണ്ടുപിടിച്ചത്, കൂടുതൽ വിളവുണ്ടാക്കി കൂടുതൽ പേരിലേക്ക് എത്തിക്കുക, എല്ലാവരും തീറ്റി പോറ്റണ്ടേ. അപ്പോൾ അതിനാണ് നമ്മൾ കൃഷി മാറി മാറി വന്നത്. ശാസ്ത്രം മാറ്റി എല്ലാവർക്കും എത്തിക്കാനായിട്ട് ഹൈബ്രിഡ് വിത്തനങ്ങൾ ഉണ്ടാക്കി കൂടുതൽ വിളവ്, കുറച്ച് സ്ഥലത്ത് നിന്ന് കൂടുതൽ വിളവുണ്ടാക്കിയപ്പോഴാണ് മണ്ണിലെ മൂലകങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടത്. കാരണം തിരിച്ചതിലേക്കൊന്നും കൊടുക്കണമില്ല. അപ്പോൾ ആരോഗ്യം ഡിസൈൻ ചെയ്ത പോലെ നമ്മൾ കൃഷി ഡിസൈൻ ചെയ്യണം. ആരോഗ്യം ഡിസൈൻ ചെയ്തപ്പോൾ എന്താണ്ടേ, അവിടെ രോഗങ്ങളില്ല, പിന്നെ ആരോഗ്യം മാത്രമേ ഉള്ളൂ. നമ്മൾ രോഗം ചികിത്സിക്കല്ലോ, ഉള്ള രോഗം മാറ്റാൻ ശ്രമിക്കണം, വേണ്ടെന്നല്ല. പക്ഷെ നമ്മൾ ആരോഗ്യത്തിനെ നിലനിർത്തുക, ആരോഗ്യം തിരിച്ചു പിടിക്കുക എന്നുള്ളതിലാണ് നമ്മുടെ ശ്രദ്ധ. രോഗചികിത്സയിൽ നമ്മൾ അധികം ചെയ്യാൻ പാടില്ലാത്തതാണ് നമുക്ക്. പക്ഷേ എമർജൻസി വേണ്ടി വന്നാൽ, ഇന്നിപ്പോൾ ലോകം മുഴുവൻ രോഗികളാണ്, ഒരു വീട് പോലും ഇല്ല രോഗിയില്ലാത്തത്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അതേപോലെ തന്നെ കൃഷി ഡിസൈൻ ചെയ്യുന്നത് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ഭൂമണ്ഡലത്തിലെ കൃഷിയാണ്. ഭൂമിയിലെ കൃഷി മാത്രമല്ല. ഭൂമണ്ഡലം എന്ന് പറയുമ്പോൾ എന്തൊക്കെ പെട്ടു അതില്ലേ? ഭൂമണ്ഡലം, ആകാശം, ചന്ദ്രനും കൂടെ പെടും. ഭൂമിയുടെ മനസ്സ്, സൂര്യനും വരില്ല. ഭൂമണ്ഡലം എന്ന് പറഞ്ഞാൽ ചന്ദ്രനും ഭൂമിയും കൂടെ. ഭൂമണ്ഡലത്തിലെ കൃഷിയാണ് നമ്മൾ ഡിസൈൻ ചെയ്യുക.
അപ്പം ഭൂമണ്ഡലത്തിൽ വായുണ്ട്, അന്തരീക്ഷമുണ്ട്, ഈ ഗ്രഹത്തിൻ്റെ ചുറ്റുള്ള ഉപഗ്രഹമുണ്ട്. നമ്മൾ ഭൂമിനെ പച്ചപ്പാക്കുക എന്നുള്ളത്, ഭൂമിയുടെ പ്രതലം മുഴുവൻ പച്ചപ്പാക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അപ്പൊ ചന്ദ്രന്റെ പ്രതലോ അല്ല, ഭൂമിയുടെ ഭൂതലം പച്ചപ്പാക്കണം. അത് നമ്മുടെ ഒരു ലക്ഷ്യമാണ്. ഈ കൃഷിയുടെ ലക്ഷ്യത്തിൽ ഒരെണ്ണമാണ്. ചന്ദ്രന്റെ ഉപരിതലം, നമ്മൾ ഉയർന്ന സ്ഥലത്ത് കൃഷി ചെയ്യുമ്പോൾ, ഹില്ലേരിയകളിലുള്ള കൃഷി എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ ഉയർന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും തേയിലത്തോട്ടവും കാപ്പിത്തോട്ടവും റബ്ബർ എസ്റ്റേറ്റും ആയി പോയി. ശരിക്കും അതല്ല അവിടെ കൃഷി ചെയ്യേണ്ടത്. ഉയർന്ന സ്ഥലങ്ങളിൽ, ഭൂമിയുടെ ഏറ്റവും ഉയർന്ന പ്രദേശങ്ങളിൽ കൃഷി ചെയ്യേണ്ടത് പൂക്കളും പഴങ്ങളുമാണ്. ഏറ്റവും നന്നായിട്ട് ഉണ്ടാവുക അതാ അവിടെ. ഹൈ റേഞ്ച് പ്രദേശങ്ങളിൽ പഴവർഗ്ഗങ്ങളും പൂക്കളുമാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. ഏറ്റവും നന്നായിട്ട് കൃഷി ചെയ്യാൻ പറ്റുക, നന്നായിട്ട് വിളവെടുക്കാൻ പറ്റുക അതാ. ഉയർന്ന പ്രദേശം, ഹൈ റേഞ്ച് എന്നൊക്കെ പറയില്ലേ, നമ്മളിപ്പോ തേയിലത്തോട്ടല്ലേ എല്ലായിടത്തും. അവിടെ ഏറ്റവും നല്ല കൃഷി എന്ന് പറഞ്ഞത് പൂക്കളും പഴവർഗ്ഗങ്ങളുമാണ്. ഫ്രൂട്ട്സ് കൃഷി ചെയ്യുക, പൂക്കൾ കൃഷി ചെയ്താൽ നല്ല ഫലം കിട്ടും. അപ്പോ ഉയർന്ന സ്ഥലത്തേക്ക് പോകുന്തോറും നമുക്ക് പൂക്കളും ഫലവർഗ്ഗങ്ങളും കൂടി വരും, കൃഷി ചെയ്യാൻ അനുകൂലമായിട്ട് വരും. അപ്പൊ ഇത്രയും ഉയർന്ന നിലത്ത് നിൽക്കുന്ന ചന്ദ്രനിൽ കൃഷി ചെയ്യുമ്പോൾ എന്തായിരിക്കും വരിക? അവിടെ ഇലകൾ കുറവാകും എന്നാ പറയണം. ഒരു ചെടി നട്ടാല് അഥവാ പിടിച്ചാല് അതിൽ വരുന്ന ഇലകൾ കുറവായിരിക്കും. എത്രയും പെട്ടെന്ന് പൂക്കും. അത് പൂക്കൾ വരും, അതിന് ശേഷം വരുന്നതാണുള്ള കായകൾ. അപ്പൊ പൂക്കളും കായകളും കൊണ്ട് നിറയും, ഫ്രൂട്ട്സ് കൊണ്ട് നിറയുന്ന പറഞ്ഞ ചന്ദ്രനില് അഥവാ കൃഷി സംഭവിക്കുകയാണെങ്കിൽ പൂക്കളെ കൊണ്ടും പഴവർഗ്ഗങ്ങളെ കൊണ്ടും നിറയ്ക്കാം നമുക്ക് അവിടെ. അപ്പൊ നോക്കിയോ, നിറച്ച് പൂവും പൂവും പഴവർഗ്ഗങ്ങളും ഉള്ള ഒരു ചന്ദ്രനെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇമാജിനേഷൻ സെൽസ് വർക്ക് ചെയ്യണം. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇമാജിനറി മനസ്സായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് നമ്മുടെ ശരീരത്തിന്റെ ഒരു പതിപ്പാണ്, പ്രകൃതിയുടെ ഒരു ചെറിയ പതിപ്പാണ് നമ്മുടെ ശരീരം എന്ന് നമ്മൾ പഠിച്ചു. നമ്മുടെ ശരീരത്തിന്റെ ചെറിയ പതിപ്പാണ് നമ്മുടെ ഓരോ കോശങ്ങളെന്നും പഠിച്ചു. അങ്ങനെയാണെങ്കിൽ ചന്ദ്രൻ പ്രകൃതിയുടെ ഏത് ഭാഗമായിരിക്കും? ഒരു ഉപഗ്രഹം, പിന്നെ ഗ്രഹം, ഭൂമണ്ഡലം, പിന്നെ സൂര്യമണ്ഡലം, ഗാലക്സി, പ്രപഞ്ചം, ഇങ്ങനെ പോകുന്നുണ്ടല്ലോ. അപ്പൊ അതില് പ്രപഞ്ചത്തിന്റെ ഒരു കോശമാണ് ഒരു ഉപഗ്രഹമായിട്ട് വരിക. നമ്മളുടെ ശരീരത്തിനെ പോലെ ഉപമിക്കുമ്പോൾ പ്രപഞ്ചത്തിന്റെ ഒരു കോശമാണ് ഉപഗ്രഹം. ഈ ഉപഗ്രഹവും ഭൂമിയും ചന്ദ്രനും ചേർന്ന് കഴിഞ്ഞാൽ ഒരു ടിഷ്യൂ ആയി. ടിഷ്യൂ, നമ്മളുടെ സെല്ലുകൾ ചേർന്നിട്ട് ഒരു ടിഷ്യൂ ആവുന്നത് പോലെ, ടിഷ്യൂ ചേർന്നിട്ട് ഓർഗൻ ഉണ്ടാവും. ഓർഗൻസ് ചേർന്നിട്ട് സിസ്റ്റം ഉണ്ടാവും. റെസ്പിറേറ്ററി സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയില്ലേ, ആ സിസ്റ്റങ്ങൾ ചേർന്നിട്ടാണ് ശരീരം. അതേപോലെയാണ് ഇവിടെ സെല്ല്, ഗ്രഹം, സൗരയൂഥം, പ്രപഞ്ചം എന്ന് പറഞ്ഞ പോകുന്നത്. അത് പ്രപഞ്ചം ഒരു ശരീരമാണ്, ജീവനുള്ള ഒരു ശരീരമാണ് പ്രപഞ്ചം എന്ന് നമ്മൾ പഠിച്ചില്ലേ. സാറ് പറഞ്ഞു തന്നു, നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള റെഡ് സെൽ, മറ്റേ ബാക്ടീരിയകൾ, ചുവന്ന രക്താണുക്കൾ, അത് നശിച്ചാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല, നമ്മൾ നശിച്ചാൽ അവർക്കും ജീവിക്കാൻ പറ്റില്ല. നമ്മുടെ ഉള്ളിൽ ജീവനുണ്ട്, പുറത്തും ജീവനുണ്ട്. പ്രകൃതിക്ക് ജീവനുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ജീവനുള്ള ജീവിയുടെ ഉള്ളിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് നമുക്കറിയില്ല. നമ്മുടെ ഉള്ളിലെ സൂക്ഷ്മജീവികൾ ജീവിക്കുമ്പോൾ അവർക്കറിയില്ല അത് നമ്മുടെ ഉള്ളിലാണെന്നുള്ളത് അവർക്കറിയില്ല. അതേപോലെ തന്നെയാണ് നമുക്കറിയില്ല നമ്മളൊരു ജീവന്റെ ഉള്ളിലാണ് ജീവിക്കുന്നത് നമുക്കറിയില്ല. അപ്പൊ തീർച്ചയായിട്ടും ഇപ്പൊ ചന്ദ്രനിലെ ജീവൻ ഉണ്ടോ എന്നാണ് ആൾക്കാർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ചന്ദ്രനിൽ ജീവൻ ഉണ്ടാവുമോ? ഉണ്ടാവൂലോ? ഉണ്ടാവണം. ജീവികളില്ല എന്നേ ഉള്ളൂ, ജീവനുണ്ട്. ചന്ദ്രനിൽ ജീവനുണ്ട്.
ജീവികളായിട്ടില്ല. കാരണം അതിന് അനുകൂലമായിട്ടുള്ള സാഹചര്യം അവിടെ ഉണ്ടായിട്ടില്ല. അവിടെ വരും, ഇവിടെ ഉണ്ടായിരുന്നില്ല, ഭൂമിയിലും ഉണ്ടായിരുന്നില്ല. അതിന് അനുകൂലമായിട്ടുള്ള സാഹചര്യം വന്നപ്പോൾ ഭൂമിയിൽ ജീവൻ ഉടലെടുത്തതുപോലെ അതുപോലെ വേറെ ഗ്രഹങ്ങൾ ഉണ്ടാവാം. അതിന് അനുകൂലമായിട്ടുള്ള സാഹചര്യം വരുമ്പോൾ അവിടെ. അപ്പോൾ സാറ് പറയുന്നത് ചന്ദ്രനിൽ സമയം അടുത്തു എന്നാണ്. അതിനാണ് നമ്മളെങ്ങനെ ഓടിക്കുന്നത്. അവിടേക്ക് മനുഷ്യർ ഓടിപ്പോണത് അവിടെ പോയിട്ട് വല്ലതും മാന്തി കൊണ്ടുവരാം, അല്ലെങ്കിൽ സ്വർണം കിട്ടുമോ, മിനറൽസ് കിട്ടുമോ, അല്ലെങ്കിൽ അവിടെ ഇപ്പോൾ സ്ഥലം മേടിക്കാൻ നോക്കുകയാണല്ലോ കാശുള്ളവർ. അപ്പോൾ അവിടേക്ക് വിടുന്നത്, പ്രകൃതി നമ്മളെ ഫോഴ്സ് ചെയ്ത് ഓടിക്കുന്നത് അവിടെ കൃഷി തുടങ്ങേണ്ട സമയമായി. അതിനാണ്. അല്ലാതെ നമ്മളിപ്പോൾ പോണത് വേറെ പലതിനുമാണെങ്കിലും പ്രകൃതിയുടെ ഉദ്ദേശം വേറെയാണ്. അവിടെ വിചാരിക്കുന്ന സ്ഥലത്ത് സമയത്ത് നമുക്ക് ലാൻഡ് ചെയ്യാനുള്ള കഴിവ് വരെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എവിടെ ഇറങ്ങണം, എങ്ങനെ ഇറങ്ങണം എന്നുള്ളത് വരെ നിശ്ചയിക്കാറായി നമ്മൾ. അപ്പൊ ചന്ദ്രൻ ആകർഷിക്കണമെന്ന് പറഞ്ഞു നമ്മളെ. ഭൂമിയിലെ വേലിയേറ്റം വേലിയിറക്കൊക്കെ സംഭവിക്കുന്നുണ്ട് എങ്കിൽ ഒരു ജല ആധിക്യമുള്ള ജീവിയല്ലേ നമ്മൾ. 70% ജലം നമ്മുടെ ശരീരത്തിലുണ്ട്, 90% ജലം ബ്ലഡിലുണ്ട്, 95% ബ്രെയിനിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചന്ദ്രൻ നമ്മളുടെ മാനസികാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ടാവും. ജലത്തിനെ, ഇത്രയും വലിയ ഏരിയയിലത്തെ ജലത്തിനെ പിടിച്ച് പൊന്തിക്കാൻ പറ്റുമെങ്കിൽ നമ്മളുടെ ബ്രെയിനിൻ്റെ ഉള്ളിലുള്ള ജലത്തിനെ വിരിക്കാനും പറ്റുന്നുണ്ടാവും. അപ്പൊ മനസ്സിനെ സ്വാധീനിക്കുന്നില്ല. മനസ്സിന്റെ ഗ്രഹമായിട്ടാണ് ചന്ദ്രനെ കാണുന്നത്. ഭൂമിയുടെ മനസ്സാണ് ചന്ദ്രൻ. ഈ പൂർണ്ണചന്ദ്രൻ അതുപോലെ അമാവാസി സമയത്ത് ഒരുപാട് മാനസിക വ്യത്യാസങ്ങൾ സംഭവിക്കും. മനസ്സിന് അസ്വസ്ഥതയുള്ളവർക്ക് കൂടും അത്. അപ്പം മനസ്സിനെ വല്ലാണ്ട് സ്വാധീനിക്കുന്നുണ്ട് ചന്ദ്രൻ. അപ്പൊ ചന്ദ്രന് ആരോഗ്യം ഉണ്ടായാലല്ലേ നമ്മളുടെ മാനസികാരോഗ്യം തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ. ചന്ദ്രന്റെ ആരോഗ്യം ഭൂമിയുടെയും കൂടെ ആരോഗ്യമല്ലേ. ചന്ദ്രനെ ആരോഗ്യമാക്കി വെക്കേണ്ടത് നമ്മളുടെ കടമയാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഭൂമണ്ഡലത്തിൽ ചന്ദ്രനും ഭൂമി അടങ്ങുന്ന തലത്തിൽ കൃഷി ഡിസൈൻ ചെയ്യാൻ കാരണം. ചന്ദ്രന്റെ ആരോഗ്യം കറക്റ്റ് ചെയ്താൽ ഭൂമിയിലെ ആരോഗ്യം കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭൂമിയിൽ ജീവിക്കുന്ന സകല ജീവജാലങ്ങളുടെ ആരോഗ്യം കറക്റ്റ് ചെയ്യാൻ പറ്റും. പഞ്ചഭൂതങ്ങൾ 5 കറക്റ്റ് ചെയ്താൽ ആരോഗ്യം കറക്റ്റ് ആവും. അപ്പോൾ മനുഷ്യനെ ഉൾപ്പെടെയുള്ള സകല ജീവജാലങ്ങൾക്ക് വേണ്ടതെല്ലാം നമുക്ക് കൃഷിയിലൂടെ നേടിയെടുക്കാൻ പറ്റണം. അപ്പൊ അത് കൃഷി ഡിസൈൻ ചെയ്യാനുള്ള ശാസ്ത്രം ഏതാ? ഇക്കോളജി തന്നെയാണ്. ആരോഗ്യത്തിന് ഉപയോഗിച്ച ശാസ്ത്രം തന്നെയാണ് കൃഷിയിലും നമ്മൾ ഉപയോഗിക്കുന്നത്. ശരിക്കും രോഗം എന്ന് പറഞ്ഞത് പഞ്ചഭൂതങ്ങൾ 5 കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. രോഗം ഉണ്ടാവില്ല, രോഗാവസ്ഥ ഉണ്ടാവില്ല. അതായത് രാജേട്ടനോട് പറഞ്ഞൊരു പുസ്തകം കൊണ്ടുവരും, സുഖം സത്യം രോഗം മിഥ്യ, അല്ലേ രാജേട്ടൻ? അതൊരു നല്ല പുസ്തകമാണ്. വായിച്ച് വർമാജിയുടെ. അത് സാർ എപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്നൊരു പുസ്തകം. പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാവില്ല, പക്ഷെ വളരെ നല്ല പുസ്തകമാണ്. ഒന്ന് അങ്ങനെയാണ് നമുക്ക് മനസ്സിലാവാൻ പറ്റും. അത് നമ്മൾ മനനം ചെയ്യണം. ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞോളൂ, രാജേട്ടൻ കൊണ്ടുവന്ന് തരും. എനിക്ക് പുസ്തകം കൊണ്ടുവന്നു. സുഖം സത്യം രോഗം മിഥ്യ. അത് മാത്രമല്ല, നമ്മളന്ന് ഗ്രൂപ്പിൽ കുറേ പുസ്തകങ്ങളെ കുറിച്ചിട്ടുണ്ടായിരുന്നു. വർമാജിയുടെയും ഓഷോന്റെ എല്ലാം ഇട്ടുണ്ടായിരുന്നു. ഈ വേണമെങ്കിൽ രണ്ടാമത് ഇടാം. അപ്പൊ നമുക്ക് വേണ്ട പുസ്തകങ്ങൾ വേണമെങ്കിൽ സെലക്ട് ചെയ്തിട്ട് രാജേട്ടനോട് പറഞ്ഞാൽ മതി. സുഖം സത്യം രോഗം മിഥ്യ പുസ്തകത്തിന്റെ പേരാണ്. അതൊക്കെ അമൂല്യമായിട്ടുള്ളതാണ്, അമൂല്യമായിട്ടുള്ള സമ്പാദ്യമാണ്. അപ്പോ നമ്മുടെ കൃഷിയില്
നമുക്ക് കുറച്ച് ഉദ്ദേശങ്ങളുണ്ട്. നമുക്ക് എന്തെല്ലാം നേട്ടങ്ങൾ വേണം. ഇങ്ങനെ ഒരു കൃഷി രീതി നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ നേടിയെടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്ക് കുറച്ച് ലക്ഷ്യങ്ങളുണ്ട്. അതൊന്ന് എഴുതി വെക്കാം. ഒന്നാമത്തെ ലക്ഷ്യം, ഒന്ന് പട്ടിണി ഇല്ലാത്ത ലോകം. പട്ടിണി ഇല്ലാത്ത ലോകം. അത് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ ഈ പട്ടിണി ഇല്ലാത്ത ലോകം ഈ കൃഷി രീതിയിലൂടെ സാധ്യമാവോ ഇല്ലേ എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യണം. അല്ലെങ്കിൽ അതെങ്ങനെയാണ്, ഇനി ഇതിൽ മാറ്റങ്ങൾ വരുത്തണോ, നമ്മളുടെ അവരവരുടെ ബുദ്ധിക്ക് അനുസരിച്ചിട്ട് നമുക്ക് ചിന്തിച്ചിട്ട് അഭിപ്രായങ്ങൾ പറയാമല്ലോ. പട്ടിണി ഇല്ലാത്ത ലോകം. അല്ലെങ്കിൽ പിന്നെ അത് പഠിച്ചിട്ട് കാര്യമില്ലല്ലോ, വെറുതെ സമയം കളഞ്ഞിട്ട്. പിന്നെ രണ്ടാമത്തത്, ഭൂതലം മുഴുവൻ പച്ചപ്പാക്കണം. ഒരു രശ്മി പോലും, സൂര്യപ്രകാശത്തിൻ്റെ ഒരു രശ്മി പോലും പാഴാവാത്ത രീതിയിലായിരിക്കണം നമ്മുടെ കൃഷി. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, പച്ചപ്പ് ഏറ്റവും കൂടുതൽ വരിക ഭൂമിയിലാണ്. പച്ചപ്പ് വന്നതിന് ശേഷമാണ് പൂക്കൾ ഉണ്ടാവുക, അതിന് ശേഷം കായകൾ ഉണ്ടാവും. പച്ചപ്പ് ഏറ്റവും കൂടുതൽ ഭൂമിയിൽ വരും. ചന്ദ്രനിലേക്ക് പോകുമ്പോൾ പച്ചപ്പ് കുറയും അത്ര. അവിടെ ഇലകളുടെ എണ്ണം കുറവായിരിക്കും, പൂക്കളും ഫലങ്ങളും ആയിരിക്കും ഏറ്റവും കൂടുതൽ. നമ്മൾ സമ്മതിക്കുന്നില്ലല്ലോ. ഒരു രോഗം വരുമ്പോഴേ, നമുക്കൊരു രോഗം വരുന്നുണ്ട്, നമ്മുടെ വീട്ടിലൊരാൾക്ക് എന്തെങ്കിലും ഒരു രോഗം വരുന്നുണ്ടെങ്കിൽ ആ വരുന്നതിന് കുറച്ച് മുമ്പ്, നമ്മൾ അറിയുന്നതിന് മുമ്പ് അതിന് വേണ്ട സസ്യം അവിടെ വന്നിട്ടുണ്ടാവും, ആ തൊടിയിൽ വന്നിട്ടുണ്ടാവും. നമ്മളത് ശ്രദ്ധിക്കില്ല, നമ്മൾ വൃത്തിയാക്കും. ഇന്നാള് ഏറ്റുമാനൂർ ക്ലാസ്സിൽ ഒരു അമ്മ കരഞ്ഞു. കാരണം അവർക്ക് അൾസർ, വായ്പുണ്ണ്, വയറ്റിലെ അൾസർ, ഭയങ്കര ബുദ്ധിമുട്ട്, കരച്ചില, ഭയങ്കര വേദനയും വയറുവേദനയും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവരോട് സാറ് പറഞ്ഞു, ഇങ്ങനെ ഈ നാഗവെറ്റില എന്ന് പറഞ്ഞില്ലേ, എന്താണ്, അയ്യമ്പാന ചവച്ചരയ്ക്കാൻ പറഞ്ഞു. 8 ഇല 9 ഇല ചവച്ചരച്ച് അതിൻ്റെ നീരിറക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ കരയാൻ തുടങ്ങി. ഞാൻ മുഴുവൻ ചെത്തി വൃത്തിയാക്കി കളഞ്ഞു എന്ന് പറഞ്ഞു. കാട് പോലെ വന്നതായിരുന്നു പറമ്പിൽ, ഞാൻ മുഴുവൻ വൃത്തിയാക്കി എന്ന് പറഞ്ഞിട്ട് വിഷമിച്ചു അത് പറഞ്ഞു. ഓൺലൈനിൽ 200 രൂപയാണ് ഒരു അയ്യമ്പാനയുടെ 4 ഇലയുള്ള ഒരു ചെറിയൊരു കഷ്ണത്തിന്. അയ്യമ്പാന ഓൺലൈനിൽ അയ്യമ്പാന, ദന്തപാല വേറെ, അയ്യമ്പാന അൾസറിന്. അതിന് കുറെ പേരുകളുണ്ട്. നാഗവെറ്റില, മൃതസഞ്ജീവനി. ഞാൻ തന്നെ കൊണ്ടുവന്നത്. എപ്പോഴും പിടിക്കും. ആ, മൃതസഞ്ജീവനി എന്നും പേരുണ്ട് അതിന്. അതിനെ ഉള്ളിലേക്ക്, നമ്മുടെ മുറികുടി എന്നും പറയും. ഉള്ളിലെ മുറിവുകൾ ഉണക്കാൻ ഏറ്റവും നല്ലതാണത്. അത് പറയുന്നു, എനിക്ക് കറക്റ്റ് അത് പറയാൻ പറ്റില്ല, എനിക്ക് അറിഞ്ഞൂടാ. ആ, മൃതസഞ്ജീവനി എന്ന് പേരുണ്ട് ഇതിന്, അയ്യമ്പാനക്ക്. അയ്യമ്പാന, നാഗവെറ്റില, മൃതസഞ്ജീവനി, മുറികൂടി, അങ്ങനെ കുറെ പേരുണ്ടായിരുന്നു. മുറികൂടി വേറെയുണ്ട്, വയലറ്റ് ഇല, പച്ചയും വയലറ്റും ആയിട്ടുള്ളത്. അതും സൂപ്പറാണ്. പക്ഷെ ഉള്ളിലേക്ക് കൊടുക്കാൻ പറ്റില്ല. ഉള്ളിലേക്ക് കൊടുക്കാൻ ഏറ്റവും നല്ലത് ഇതാണ്. അൾസർ രോഗികൾക്കുള്ള ഒറ്റമൂലിയാണ് അത്. സാറ് എപ്പോഴും കൊടുക്കുന്നത്. നല്ല റിസൾട്ടും ഉണ്ട് കേട്ടോ. ആ, എല്ലാ ഉള്ളിൽ ബ്ലീഡിങ് ഉണ്ടായി കഴിഞ്ഞാൽ ഉപയോഗിക്കാം. ഇന്റേണൽ ബ്ലീഡിങ്ങിന് ഉപയോഗിക്കാൻ പറ്റിയ സാധനമാണ് ചവച്ചറക്കുക. ഒരു 8 ഇല ചവച്ചറക്കുക വെറും വയറ്റിൽ കാലത്ത്. 8, 9, 10 ആയിക്കോളൂ. ആ, നമ്മള് എന്തൊക്കെ ചെയ്യില്ലേ, 3 പ്രാവശ്യം നമസ്കരി അങ്ങനെ പറയല്ലോ, അല്ലെങ്കിൽ 5 പ്രാവശ്യം, 3 പ്രാവശ്യം പ്രദക്ഷിണം വെക്കുക.
അദ്വൈതം അപ്പൊ പിന്നെ മൂന്നാവാൻ പാടില്ലല്ലോ. അല്ല അദ്വൈതമാണല്ലോ, ഒറ്റയാണല്ലോ വരണേ. അതൊരു മാനസിക പ്രശ്നമാണ്. പഞ്ചഭൂതങ്ങൾ അങ്ങനെ പറഞ്ഞില്ല. ചിലര് 4 പ്രാവശ്യം ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്ത് ചെയ്താലും ഡബിൾ ചെയ്യണം എന്ന് നിർബന്ധമുള്ള ആൾക്കാരുണ്ട്. സാറ് നാളെ ചന്ദ്രനിലേക്ക് പോകുമ്പോൾ മറ്റേ ബഹിരാകാശ ഇതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്തായാലും പറയാ ISROയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, സാറിന്റെ സ്റ്റുഡൻസ് MG യൂണിവേഴ്സിറ്റിയിലുണ്ട്, വാനാവസ്ഥ പഠിക്കുന്നവരുണ്ട്. അപ്പൊ അവരെ നിർബന്ധിച്ച് എന്തെങ്കിലും പോകുമ്പോൾ വിത്ത് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. ചന്ദ്രയാൻ പോണ സമയത്ത് പോയിട്ട് ചോദിച്ചു. സാറിന്റെ അടുത്ത് അവിടെ സോമനാഥ് സാറിന്റെ വീട് അവിടെ അടുത്താത്രേ, സാറിന്റെ വീടിന്റെ ഭാഗത്താണ്. അപ്പോൾ അവിടെ ആളെ വിട്ടു. ISROയിൽ വർക്ക് ചെയ്യുന്നവർ തന്നെ പറഞ്ഞയച്ച് സംസാരിപ്പിച്ചു. അപ്പൊ അവര് പറഞ്ഞത് സാറ് എന്ത് വിത്ത് കൊടുത്തയക്കാനാ പറയണത് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാവലിന്റെ വിത്താണ് സാറ് ഉദ്ദേശിച്ചത്. അപ്പൊ അവര് പറയുന്ന ഒരു ഞാവലിന്റെ വിത്തിന് 1 ടൺ ഭാരം കൊണ്ടുപോകുന്ന അത്ര ഇന്ധനം വേണമെന്ന്. അവിടേക്ക് പോയി കഴിഞ്ഞാല് 1 ടൺ കൊണ്ടുപോകുന്ന അത്ര ഇന്ധനം വേണം ഒരു ഞാവൽപ്പഴം കൊണ്ടുപോകണം, ഞാവൽപ്പഴത്തിന്റെ വിത്ത് കൊണ്ടുപോകണം. അപ്പൊ അത് ക്യാൻസലായി. അപ്പോഴേക്കും ചന്ദ്രയാൻ പോവുകയും ചെയ്തു. അല്ല, അത് നമ്മൾ ഇമാജിൻ ചെയ്യാലോ. ഇനി അവിടുന്ന് നമുക്ക് വേണ്ടത് ഫ്രൂട്ട്സ് ആണ്, മനുഷ്യന് വേണ്ടത്. നമ്മള് അങ്ങനെയാണെങ്കിൽ നമ്മള് കൃഷി ചെയ്തിട്ട് ഭൂമിയുടെ വെയിറ്റ് കൂടിയിട്ടുണ്ടാവില്ലേ? നമ്മൾ എത്രയോ ജനസംഖ്യ കൂടി ഇരട്ടിച്ചില്ലേ, അപ്പൊ ഭൂമിയുടെ വെയിറ്റ് കൂടി ഉണ്ടാവില്ലേ? ടീച്ചർ എന്താ പറയാ? അല്ല, നമുക്ക് പറഞ്ഞിട്ടുള്ളത് ജീവന്റെ തലം ഉയർത്തിയ ജലം എന്ന് പറഞ്ഞാല് ഫ്രൂട്ട്സും ജ്യൂസുകളുമാണ് പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ അന്നം എന്ന് പറഞ്ഞത്. അപ്പൊ അത് അവിടെ ധാരാളമായിട്ട് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് അവിടുന്ന് ടൺ കണക്കിന് കൊണ്ടുവരല്ലോ. എന്താ ലക്ഷ്യങ്ങളാണ്. അപ്പൊ മനസ്സിനെ സ്വാധീനിക്കുന്ന സാധനമാണെന്ന് മാത്രമല്ല, മനസ്സുണ്ട്. ഈ ഭൂമണ്ഡലത്തിനൊരു മനസ്സുണ്ട്, പ്രകൃതിക്കൊരു മനസ്സുണ്ട്, പ്രപഞ്ചത്തിനൊരു മനസ്സുണ്ട്, നമുക്ക് മനസ്സുള്ളത് പോലെ തന്നെ മനസ്സുണ്ട്. ഈ മനസ്സാണ് ചന്ദ്രനെ അവിടെ യഥാർത്ഥ സ്ഥലത്ത് നിർത്തിയിട്ടുള്ളത്. അപ്പൊ പിന്നെ നമുക്ക് മൂന്നാമത്തെ പോയിന്റ്, നമ്മുടെ ലക്ഷ്യത്തിലത്തെ മൂന്നാമത്തെ പോയിന്റ് കാലാവസ്ഥ തിരിച്ചു പിടിക്കുക എന്നുള്ളത്. കാലാവസ്ഥ തിരിച്ചു പിടിക്കണം. ഒരു ഇക്കോളജിക്കൽ ഡിസൈൻ കൃഷി സ്ഥലത്ത് കൊണ്ടുവരണം. ഇക്കോളജി എന്ന ശാസ്ത്രം ഉപയോഗിച്ച് കൃഷി ചെയ്യുമ്പോൾ ഭൂമിയിലെ കാലാവസ്ഥ നമുക്ക് തിരിച്ചു പിടിക്കണം. അതൊരു ലക്ഷ്യമാണ്. അപ്പോൾ അതിന് വേണ്ട ഡിസൈൻ എങ്ങനെ ഡിസൈൻ ചെയ്യണം, കൃഷിസ്ഥലം എങ്ങനെ ഡിസൈൻ ചെയ്യണം, ലാൻഡ്സ്കേപ്പ് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് പഠിക്കണം. നാലാമത്തെ ലക്ഷ്യം വിധിച്ച അന്നത്തിൽ എത്തിക്കണം, നമുക്കും മറ്റുള്ളവർക്കും. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇപ്പൊ ചെയ്യുന്ന കൃഷി തെറ്റാണെന്നുള്ളത്. തെറ്റ് ആവർത്തിക്കാതെ. ഇപ്പോൾ എൻ്റെ ഡിപ്ലോമ കോഴ്സ് ചെയ്യുന്നുണ്ട് ഞാൻ MG യൂണിവേഴ്സിറ്റിയിൽ. അവിടെ നെൽകൃഷിക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാളുണ്ട്. നെൽകർഷകരെ രക്ഷപ്പെടുത്തണം. അയാൾ നെൽകൃഷി ചെയ്യുന്നുണ്ട്, നെൽകർഷകരെ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞ് നടക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് നെൽകൃഷി തെറ്റാണെന്ന് പറഞ്ഞാൽ തീരെ സഹിക്കില്ല. ഒരുപാട് കൃഷി ഉണ്ട്, ആൾക്ക് നെൽകൃഷി ഉണ്ട്. ആൾക്ക് നെൽകർഷകരെ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് കൃഷിയിലേക്ക് ഇറങ്ങിയതാണ്. അയാളുടെ അച്ഛൻ കർഷകനായിരുന്നു, അദ്ദേഹം കൃഷിയിലേക്ക് ഇറങ്ങിയിട്ട് ഉദ്ദേശം ഇതാണ്, നെൽകർഷകരെ എങ്ങനെയും രക്ഷപ്പെടുത്തണം. ആരും ഒന്നും ചെയ്യണില്ല. അതാണ് ആൾക്ക് ഭയങ്കര ദേഷ്യമാണ്. പന്നി വരുന്നു, ആന വരുന്നു, അത് വരുന്നു, ഇത് വരുന്നു, ഭയങ്കര കൃഷിയിൽ നഷ്ടം ഉണ്ടാവുന്നു. അപ്പോഴാണ് സാറ് പറയുന്നത് നെല്ല് ഇനി കൃഷി ചെയ്യേണ്ട, കരിമ്പ് കൃഷി ചെയ്യുന്നു. ഭയങ്കര വിഷമം. അത് റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലേ.
വിധിച്ച അന്നത്തിലെത്തിക്കണം. അപ്പോൾ കൃഷി രീതിയിൽ നമ്മൾ ഡൈവേഴ്സിറ്റി കൂട്ടി കൊണ്ടുവരണം. ഒരേ വിള കൃഷി ചെയ്യാതെ ഡൈവേഴ്സിറ്റി കൂട്ടി. ഇപ്പോൾ തേയില കൃഷി ചെയ്യുകയാണെങ്കിൽ തേയില കൃഷി മാത്രം, റബ്ബറാണെങ്കിൽ റബ്ബർ എസ്റ്റേറ്റ്, ഏക്കർ കണക്കിന് കണ്ണെത്താ ദൂരം റബ്ബർ മാത്രം. അത് പ്രകൃതി വിരുദ്ധമാണ്. നമ്മുടെ കൃഷി എന്നുള്ള കൺസെപ്റ്റ് തന്നെ പ്രകൃതിക്ക് യോജിച്ചതല്ല. അപ്പോൾ അത് മാറ്റി പ്രകൃതി നിയമങ്ങൾ മനസ്സിലാക്കിയിട്ട് പ്രകൃതിക്ക് അനുയോജ്യ രീതിയിലേക്ക് നമ്മൾ മാറണം, കൃഷി രീതി മാറ്റണം. അതിനാണ് കാടിനെ നമ്മൾ ഉദാഹരണമായിട്ട് എടുക്കുന്നത്. പാടത്തോ ഓരോ കൃഷി കഴിഞ്ഞിട്ട് നമ്മൾ വിളവ് മാറ്റും. പിന്നെ അഞ്ചാമത്തെ ലക്ഷ്യം, കൃഷിയിലൂടെ ഒരു പുതിയ ലോകം. കാവ് സാർ ഇപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഒരേക്കർ സ്ഥലം, ഒരേക്കറിൽ 10% സ്ഥലം പ്രകൃതിക്ക് വിലസാൻ വിട്ടുകൊടുത്താലേ നമുക്ക് ഇപ്പൊ കിട്ടുന്നതിന്റെ ഇരട്ടി വിളവ് കിട്ടുന്ന സാർ. അപ്പോ കൃഷിയിലൂടെ ഒരു പുതിയ ലോകം എന്ന് പറയുമ്പോൾ അത് ഏത് ലോകമായിരിക്കും? കറക്റ്റ്. ഓൺലൈൻ ക്ലാസ് കേട്ടിട്ട് കൃഷിയിലൂടെ ഒരു പുതിയ ലോകം എന്ന് പറഞ്ഞാല് ആനന്ദലോകം തന്നെയാണ്. ലോകത്തിന് ആനന്ദം ഉണ്ടാക്കുക എന്നുള്ളതിനെ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ പറഞ്ഞില്ലേ, അന്നമയ കോശമാണ് മനോമയ കോശമായിട്ട് പരിവർത്തനപ്പെടുന്നത്. നമുക്കൊരു മനസ്സ് ജനിക്കുമ്പോഴേ കിട്ടുന്ന മനസ്സിനെയാണ് ബുദ്ധി എന്ന് പറയുന്നത്. ഇപ്പോഴുള്ള മനസ്സിന്റെ കോറ് ആണ് ബുദ്ധി. അതായത് ജനിക്കുമ്പോഴേ ഉള്ള മനസ്സ്. പിന്നെ അത് അതിന് ചുറ്റും ഡെവലപ്പ് ചെയ്ത് വരുന്ന, അതിന്റെ വലുതായി വരുന്നുണ്ട്. മനസ്സ് വലുതാവുന്നുണ്ട്. അത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ, നമ്മൾ പഠിക്കുന്ന വിദ്യാഭ്യാസം, നമുക്ക് പറഞ്ഞു തരുന്നത്, നമ്മുടെ ചുറ്റുപാടിൽ നമ്മൾ കണ്ട് മനസ്സിലാക്കുന്നതൊക്കെ കൂടിയിട്ടാണ് പിന്നെ മനസ്സ് ഡെവലപ്പ് ആവുന്നത്. അത് അന്നം തെറ്റി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ആ മനസ്സ് തെറ്റി കഴിഞ്ഞാൽ ബുദ്ധിയും മനസ്സും തമ്മിൽ ചേരാണ്ടാവും. ബുദ്ധിയിലുള്ള അറിവ് മനസ്സിലേക്ക് വരാതെയാവും, അകന്നു നിൽക്കും. മനസ്സ് ഓടിപ്പോവാണ്. ഇപ്പം നമ്മളുടെ മനസ്സ് ഓടിപ്പോകാൻ കാരണം നമ്മുടെ അന്നം തെറ്റിയതാണ്. അപ്പോൾ അത് കറക്റ്റ് ചെയ്യാനുള്ള, അന്നം കറക്റ്റ് ചെയ്യുന്നതിലേക്കായിരിക്കണം നമ്മുടെ കൃഷി കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഇതൊക്കെ 5 ലക്ഷ്യങ്ങൾ. നമ്മളുടെ പുതിയ കൃഷി നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈ 5 ലക്ഷ്യങ്ങളുണ്ട്. ഇത് എങ്ങനെയൊക്കെ പ്രവർത്തിച്ചാലാണ് ഈ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുക എന്നുള്ളതും കൂടി മനസ്സിലാക്കണം. എന്ത് ചെയ്താലാണ് ഈ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുക? അതിന് നമ്മൾ 3 തലത്തിൽ പ്രവർത്തിക്കണം. ഇപ്പം നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യപ്രാപ്തി നേടണമെങ്കിൽ 3 തലത്തിൽ പ്രവർത്തിക്കണം. അത് എഴുതിയെടുത്തോളൂ. 1, ഭൗതിക തലത്തിൽ പ്രവർത്തിക്കണം. ഭൗതിക തലത്തിൽ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞാൽ എന്താ? മണ്ണിലിറങ്ങി പണിയെടുക്കണം എന്നർത്ഥം. മണ്ണിലിറങ്ങി പണിയെടുക്കണം, അല്ലാണ്ട് കാര്യം നടക്കില്ല. രണ്ടാമത്തത് മാനസിക തലത്തിലും പ്രവർത്തിക്കണം. ഭൗതിക തലത്തിൽ പ്രവർത്തിക്കുന്നതോട് അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ മാനസിക തലത്തിലും പ്രവർത്തിക്കണം. മനസ്സിലാണല്ലോ ആദ്യം വേണ്ടത് കൃഷി. ആദ്യം കൃഷി കയറ്റേണ്ടത്. സാറ് കോഴ്സ് നടത്തുമ്പോൾ ആദ്യം അതാ ചെയ്യുക. 4 ദിവസം, ആദ്യത്തെ 4 ദിവസം യൂണിവേഴ്സിറ്റിയിലത്തെ ക്ലാസ് തുടങ്ങുമ്പോൾ ആദ്യത്തെ 4 ദിവസം സാറിൻ്റെ ക്ലാസ്സാണ്. അത് കഴിഞ്ഞിട്ടാണ് ടീച്ചറൊക്കെ വരിക, സയൻറ്റിസ്റ്റുകൾ വന്ന് ക്ലാസ് എടുക്കുക. അതെന്താണെന്ന് വെച്ചാൽ മനസ്സിൽ കൃഷി നിറയ്ക്കുക. മനുഷ്യ മനസ്സ് കൃഷി ഈടാക്കുക ആദ്യം. അപ്പോഴാണ് മണ്ണിൽ കൃഷി വരുള്ളൂ. അതിന് വേണ്ട കൃഷി, മനസ്സിലെ കൃഷി തുടങ്ങലാണ് സാറിൻ്റെ ക്ലാസ്. 4 ക്ലാസ്, 3 ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ബാച്ച് തൊട്ട് 4 ക്ലാസ്സായി. എൻ്റെ ഭാഗ്യം തോന്നുന്നുണ്ട്. മാനസിക തലത്തിൽ പ്രവർത്തിക്കണം. അതെന്തിനാന്ന് വെച്ചാലേ, നമ്മൾ മാത്രം പണിയെടുത്ത് കഴിഞ്ഞാൽ മുഴുവൻ ഭൂതലം പച്ചപ്പാവില്ല. എല്ലാവർക്കും വേണ്ട ഫലവർഗ്ഗങ്ങൾ ഉണ്ടാക്കാനും പറ്റില്ല. അപ്പം നമ്മളുടെ കൂടെ കൂടുതൽ ആൾക്കാർ വേണ്ടേ?
മറ്റുള്ളവരെ കൂടെ കൃഷിയിലേക്ക് കൊണ്ടുവരാനായിട്ടാണ് നമ്മൾ മാനസിക തലത്തിലും കൂടെ വർക്ക് ചെയ്യണമെന്ന് പറയാൻ കാരണം. അതെങ്ങനെയാണ് പറ്റുകയെന്നും കൂടെ നോക്കാം. മാനസിക തലത്തിൽ നമ്മൾ മറ്റുള്ളവരെ കൂടെ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ സന്നിധാന ധ്യാനം ചെയ്യുന്നുണ്ട് അല്ലേ. നമ്മളുടെ സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞാൽ മനസ്സും ബുദ്ധിയും ചേർന്നതാണ് സൂക്ഷ്മ ശരീരം. അപ്പോൾ നമ്മൾ സന്നിധാന ധ്യാനം ചെയ്യുന്നുണ്ട്, മനോബുദ്ധി ലയം സംഭവിക്കുന്നുണ്ട്. മനോബുദ്ധി ലയം സംഭവിക്കണമെങ്കിൽ മനസ്സ് വൃത്തിയാക്കി വെക്കണം, മനസ്സ് പ്യൂരിഫൈ ചെയ്ത് വെക്കണം, എന്നാലേ മനോബുദ്ധി ലയം നടക്കുള്ളൂ. മനസ്സ് വൃത്തിയാക്കണമെങ്കിൽ 2 കാര്യങ്ങൾ ചെയ്യണം. എന്തൊക്കെയാ? ക്ഷമ പറയൽ, ക്ഷമ കൊടുക്കൽ 1. രണ്ടാമത് അന്നം കറക്റ്റ് ചെയ്യണം. അന്നമയ കോശം മനോമയ കോശം എന്ന് പറയുമ്പോൾ അന്നം കറക്റ്റ് ചെയ്യണം. പിന്നെ ഇതുവരെ സമ്പാദിച്ചിട്ടുള്ള മനസ്സിലുള്ള മാലിന്യം കളയണമെങ്കിൽ ക്ഷമ പറയൽ, ക്ഷമ കൊടുക്കൽ ചെയ്യണം. അപ്പം അത് വലിയ സ്റ്റഡി ആയിട്ട് വരുന്നുണ്ട്. ക്ഷമ പറയൽ, ക്ഷമ കൊടുക്കലിൻ്റെ ഒരു എൻ്റെ വൈഫിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്, കേരളം മുഴുവനുള്ള ഒരു സൈക്കോളജിസ്റ്റുകളുടെ ഒരു ഗ്രൂപ്പാണ്. അവരുടെ ഇപ്പോൾ അടുത്ത 2-ാം തീയതി ഞായറാഴ്ച അവരുടെ ഒരു ഗെറ്റ് ടുഗദറിൽ മെയിൻ വിഷയമാണ് ക്ഷമ പറയൽ. അപ്പം നമുക്ക് അങ്ങനെ ഒരു മനോബുദ്ധി ലയം നടന്ന ഒരു സൂക്ഷ്മ ശരീരം കിട്ടിയിട്ടുണ്ട് നമുക്ക്. സൂക്ഷ്മ ശരീരം അതായത് മനസ്സും ബുദ്ധിയും ലയിച്ചതാണ് നമ്മളുടെ സൂക്ഷ്മ ശരീരം. അതായത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നോ പട്ടാഭിഷേകം? പട്ടാഭിഷേകം കഴിഞ്ഞ വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും. സന്നിധാന ധ്യാനം ചെയ്ത് മനോബുദ്ധി ലയം കഴിഞ്ഞവരാണ് നമ്മൾ. കഴിഞ്ഞിട്ടില്ലെങ്കിൽ ശ്രദ്ധിക്കണം, മനസ്സ് വൃത്തിയാക്കണം, അന്നം കറക്റ്റ് ചെയ്യണം മാക്സിമം. പക്ഷെ ഇതുപോലെ സന്നിധാന ധ്യാനം അറിയാത്തവര്, മനോബുദ്ധി ലയം സംഭവിക്കാത്ത ഒരുപാട് വ്യക്തികൾ നമുക്ക് ചുറ്റുമുണ്ട് അല്ലേ, ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരുടെ മനസ്സിലേക്ക് നമ്മളുടെ മനസ്സിൽ ചിന്ത കയറ്റണം. അപ്പൊ നമ്മളുടെ ഉള്ളിലൊരു ആശയമുണ്ട് കൃഷിയുടെ, അത് മറ്റുള്ളവരുടെ ഉള്ളിലേക്ക് കൂടെ കയറ്റണം. അവരുടെ മനസ്സിൽ അത് വരണം, ആ ചിന്ത. അപ്പൊ നമ്മളുടെ സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത് മനോബുദ്ധിയിലെ നടന്ന സൂക്ഷ്മ ശരീരം, ശങ്കുലി ചെയ്ത് എനർജൈസ് ചെയ്ത സൂക്ഷ്മ ശരീരം നമ്മൾ നിസ്കരിക്കുകയും കൂടിയും ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക പറഞ്ഞിട്ടുണ്ട്? അല്ല, വികസിക്കും. നമ്മളുടെ സൂക്ഷ്മ ശരീരത്തിനെ വികസിപ്പിക്കാനാണ് നമ്മൾ സൂക്ഷ്മ ശരീരത്തിന്റെ നിസ്കരിക്കുമ്പോൾ നെറ്റിയും പഞ്ചനമസ്കാരം ചെയ്യുമ്പോൾ നമ്മൾ ഭൂമിയുടെയും ഭൂമണ്ഡലമായിട്ട്, ഭൂമിയുടെ സൂക്ഷ്മ ശരീരമായിട്ട് നമ്മൾ ലയിക്കുകയാണ്. അതൊരു തലമാണ്, ഭൂമണ്ഡലമായിട്ട് ലയിക്കുക, ഭൂമിയുടെ സൂക്ഷ്മ ശരീരമായിട്ട് ലയിക്കുക. അപ്പം അത്രയും നമ്മൾ വികസിക്കുകയാണ്. ഭൂമി എന്തുമായിട്ട് ചേർന്ന് നിൽക്കുന്നത്? സൗരയൂഥ ഗാലക്സി ആയിട്ട് ചേർന്ന് നിൽക്കുന്നു. അപ്പം അടുത്ത സ്റ്റേജ് നമ്മളുടെ സൂക്ഷ്മ ശരീരം വലുതാവാൻ പോകുന്നത് എവിടേക്ക്? ഭൂമണ്ഡലം കഴിഞ്ഞാൽ ഗാലക്സി, അത്രയും വികസിക്കും. പിന്നെ പ്രപഞ്ചത്തോളം വികസിക്കുക. അങ്ങനത്തെ ഒരു തലങ്ങളുണ്ട് നമ്മളുടെ സൂക്ഷ്മ ശരീരം വികസിക്കുന്നതിന്. പക്ഷെ അതിന് ചിലരുടെ അനുവാദങ്ങൾ വേണ്ടി വരും. നമുക്കിപ്പോൾ ഈ ഭൂമണ്ഡലത്തിൽ അതുപോലെ വികസിക്കുന്ന പോലെ നമുക്ക് അങ്ങോട്ട് അപ്പുറത്തേക്ക് കടക്കണമെങ്കിൽ ചില ആൾക്കാരുടെ അനുവാദം വേണ്ടി വരും. നമുക്കൊരു ഗുരുവിനെ വെക്കേണ്ടതായിട്ട് വരും. സങ്കല്പത്തിൽ ഒരു ഗുരുവിനെ കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ ദയാസാറ് കൊണ്ടുവന്നിട്ടുള്ള ഗുരു എന്ന് പറഞ്ഞത് നാരദ മഹർഷിയാണ്. നമുക്കൊരു ഗുരുവിനെ ഇഷ്ടമുള്ള എടുക്കാം. ജീസസ് ക്രൈസ്റ്റിനെ ഗുരുവായിട്ട് സങ്കല്പിക്കാം, കൃഷ്ണനെ എടുക്കണമെങ്കിൽ എടുക്കാം. സാറ് എടുത്തിരിക്കുന്നത് നാരദ മഹർഷിനെയാണ്. കാരണം അവര് ചിരഞ്ജീവിയാണെന്ന് പറയുന്നത്, ഇപ്പോഴും ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ സാറ് ധ്യാനിക്കുമ്പോൾ പല കാര്യങ്ങളും സാറ് പുതുതായിട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ കണ്ടെത്തുമ്പോൾ ചോദിക്കും. സങ്കല്പത്തിലൂടെ തന്നെ ധ്യാനത്തിൽ നാരദ മഹർഷിയോടും കൂടെ ഡിസ്കസ് ചെയ്തിട്ടെടുക്കും. അപ്പോൾ അങ്ങനെ സൂക്ഷ്മ ശരീരത്തിനെ നമ്മൾ എൻലാർജ് ചെയ്യും, ശക്തിപ്പെടുത്തും. സന്നിധാന ധ്യാനം ചെയ്ത് ശങ്കുലി ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന സൂക്ഷ്മ ശരീരത്തിനൊരു കഴിവ് കിട്ടും. മറ്റുള്ള മനുഷ്യരുടെ സൂക്ഷ്മ ശരീരത്തിലേക്ക് പ്രവേശിക്കാം. നമ്മൾ സങ്കല്പിക്കുകയാണ് ഭൂമണ്ഡലത്തിലെ സകല മനുഷ്യജീവികളുടെയും സൂക്ഷ്മ ശരീരമായിട്ട് നമ്മൾ ലയിക്കണം എന്ന് സങ്കല്പിക്കുക.
ഭൂമിയിലുള്ള സകല മനുഷ്യരുടെയും സൂക്ഷ്മ ശരീരമായിട്ട് നമ്മുടെ സൂക്ഷ്മ ശരീരം ലയിക്കുകയാണ്. അപ്പോൾ സൂക്ഷ്മ ശരീരത്തിൽ എന്താ ഉള്ളത്? ബുദ്ധിയും മനസ്സുണ്ട്. എല്ലാവരുടെ സൂക്ഷ്മ ശരീരത്തിലുള്ളത് ബുദ്ധി മനസ്സുമാണ്. അപ്പോൾ ആ ബുദ്ധിയിലേക്ക് അല്ലെങ്കിൽ ആ മനസ്സിലേക്ക് നമ്മളുടെ ആശയം കയറില്ലേ? നമ്മുടെ പ്രകൃതിയിൽ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, കൊടുക്കൽ വാങ്ങൽ. നമുക്ക് കൊടുക്കൽ വാങ്ങൽ ആരുടെയും അനുവാദം ചോദിച്ച് നടക്കുന്നതല്ല. നമ്മൾ ഓക്സിജൻ എടുക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് കൊടുക്കുന്നു, ചൂടെടുക്കുന്നു, ചൂട് പുറത്തേക്ക് വിടുന്നു, ജലം കുടിക്കുന്നു, ജലം പുറത്തേക്ക് കളയുന്നു, മണ്ണിൽ നിന്ന് അന്നം കഴിക്കുന്നു, അന്നം മണ്ണിനെ പുറത്തേക്ക് വിടുന്നുണ്ട്, മലയായിട്ട് പുറത്തേക്ക് വിടുന്നുണ്ട്. ഇത് നമ്മളോട് ചോദിച്ചിട്ടല്ല ചെയ്യുന്നത്, അത്യാവശ്യമാണ് നമുക്കിത്. നമ്മുടെ അനുവാദം ഒന്നും വേണ്ട. അതേപോലെ തന്നെയാണ് മറ്റുള്ളവരുടെ അനുവാദം വേണ്ട നമുക്ക്. നമ്മളുടെ ശരീരം ഇത്രയും എനർജറ്റിക് ആയി കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരുടെ സൂക്ഷ്മ ശരീരത്തിൽ ലയിക്കാൻ പറ്റും. നമ്മളിലേക്കും പകരും, തീർച്ചയായിട്ടും. കറക്റ്റാണ്, അതിലേക്കാണ് ഞാൻ വരുന്നത്. അങ്ങോട്ട് പോലെ തന്നെയാണ് ഇങ്ങോട്ടും. അത് പറഞ്ഞുതരാം. നമ്മളുടെ ബുദ്ധി നമ്മുടെ സൂക്ഷ്മ ശരീരം ക്ലീൻ ആക്കിയില്ല, ക്ഷമ പറഞ്ഞില്ല, ക്ഷമ കൊടുത്തില്ല, വൃത്തികേടുണ്ടെങ്കിൽ അത് അവർക്ക് എഫക്ട് ചെയ്യും. ചിലപ്പോൾ നല്ല വ്യക്തികളെ കുറേശ്ശെ ചീത്തയാവാൻ തുടങ്ങും. അപ്പോൾ അത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഒന്നാമത് ചെയ്യാൻ പറ്റില്ല. ക്ഷമ കൊടുത്ത് ക്ഷമ പറഞ്ഞ് ക്ലീൻ ചെയ്ത ഒരു മനസ്സിനെയാണ് ബുദ്ധിയായിട്ട് ലയിക്കാൻ പറ്റുള്ളൂ. എനർജൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള നെഗറ്റിവിറ്റി ഇങ്ങോട്ട് വരാതെ നോക്കാൻ പറ്റും, നമുക്ക് പ്രതിരോധിക്കാം. നമ്മൾ കൂടുതൽ ശക്തരായിരിക്കണം, വെറുതെ കയറി അങ്ങ് ലയിക്കരുത്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ രേഖീനെ കുറിച്ച് പറഞ്ഞില്ലേ, നമ്മളൊരാൾക്ക് എനർജി കൊടുക്കുമ്പോൾ അയാളുടെ രോഗം നമ്മളിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അത് വരാതെ നോക്കണമെങ്കിൽ നമ്മൾ അത്രയും എനർജൈസ്ഡ് ആയിരിക്കണം. നമ്മളുടെ ശരീരത്തിൻ്റെയും സൂക്ഷ്മ ശരീരത്തിൻ്റെയും എനർജി ലെവൽ അത്രയും കൂട്ടിയിരിക്കണം. അങ്ങനെ എനർജൈസ് ചെയ്തൊരു വ്യക്തി തൊട്ട് കഴിഞ്ഞാൽ രോഗം മാറും. അതാണ് അവിടെ കുറേ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സായിബാബ, സത്യസായിബാബ കേട്ടോ, സിരിഡി സായിബാബ അല്ല. തൊട്ടപ്പോൾ ബ്രെയിൻ ട്യൂമർ പോയിത്ത, പിന്നെ സ്കാൻ ചെയ്തപ്പോൾ സാധനം കാണാനില്ല, ഗ്രോത്ത് കാണാനില്ല എന്ന് പറയും. എൻ്റെ അനുഭവം ഇല്ല, പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ സൂക്ഷ്മ ശരീരം എക്സ്പെൻഡ് ചെയ്യുക, മറ്റുള്ള സകല മനുഷ്യരുമായിട്ടുള്ള സൂക്ഷ്മ ശരീരമായിട്ട് നമ്മളുടെ സൂക്ഷ്മ ശരീരം ലയിക്കുക എന്ന് സങ്കല്പിക്കുകയാണ്. അപ്പം നമ്മളുടെ ആശയം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റും, അവരുടെ മനസ്സിൽ ഇത് ഉദിപ്പിക്കാൻ പറ്റും. മൂന്നാമത്തെ ഇല്ലേ പറഞ്ഞപ്പോ? മൂന്നാമത്തെ എത്തിയിട്ടില്ല വരാം. ആയിക്കോട്ടെ, ബ്രേക്ക് എടുത്തോ. ഓക്കെ.